പുഷ്പ 2 ഇപ്പൊ കണ്ട് ഇപ്പൊ റൂമിൽ എത്തിയതേ ഉള്ളൂ. ഇപ്പൊ സമയം 1:30 മണിയായി. 1:30 മണിക്കാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ കേരളത്തിലെ ഫസ്റ്റ് ഷോ സ്റ്റാർട്ട് ചെയ്തിട്ട് പോലും ഉണ്ടാവില്ല. എനിക്ക് തോന്നുന്നു 4 മണിക്കാന്ന് തോന്നുന്നു ഫസ്റ്റ് ഷോ. ഇവിടെ ബാംഗ്ലൂർ സ്പെഷ്യൽ ഷോ ഉണ്ടായിരുന്നു. അതായത് ബുധനാഴ്ച രാത്രി 9:30ക്ക്. ഏകദേശം പുലർച്ചെ 1 മണിയോട് കൂടിയാണ് ആ ഷോ കഴിഞ്ഞത്. ഇപ്പൊ റൂമിൽ എത്തിയതേ ഉള്ളൂ. ഈ സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ നമുക്ക് തിയേറ്ററിൽ നിന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സിനിമ തന്നെയാണ്. പക്ഷേ ഇതിൽ ഒരുപാട് എന്താ പറയാ, നമ്മൾ ഒരു തെലുങ്ക് സിനിമ കാണുമ്പോൾ ഒരുപാട് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിലോട്ടൊക്കെ ഞാൻ വരാം. പക്ഷേ ഇതിൽ സിനിമ തുടങ്ങി അധികം മടുപ്പിക്കാതെ തന്നെ നമുക്ക് നായകനെ കാണിക്കും. ഫസ്റ്റ് സീന് തന്നെ അല്ലു അർജുനെ കാണിച്ചുകൊണ്ടാണ്. പിന്നെ ഒരു ഫൈറ്റും കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ വളരെ ഗംഭീരമായിട്ട് ഫൈറ്റും കാര്യങ്ങളൊക്കെ എന്താ പറയാ, നമുക്കൊരു തെലുങ്ക് സിനിമയിൽ എങ്ങനെയാണോ, അതായത് പുഷ്പ 1 എങ്ങനെയാണോ നമ്മൾ കണ്ടത്, ആ ഒരു പാറ്റേണിൽ തന്നെയാണ്. വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. പിന്നെ നമുക്ക് ലോജിക്കിന് നിരക്കാത്ത കുറെ കാര്യങ്ങളൊക്കെ ഈ ഒരു തെലുങ്ക് സിനിമയാകുമ്പോൾ ഉണ്ടാവുമെന്ന് നമുക്കറിയാം. അതൊക്കെ നമ്മൾ മലയാളികൾക്ക് ഉൾക്കൊള്ളാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ എന്താ പറയാ, അതൊക്കെ തിയേറ്ററിൽ നിന്ന് കാണുമ്പോൾ വലിയൊരു ബോറടി ഇല്ലാതെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഫഹദ് ഫാസിൽ, അതായത് അല്ലു അർജുനെ കാണിച്ച ഉടനെ തന്നെ ഫഹദ് ഫാസിലിനെയും കാണിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി. ഒരു തെലുങ്ക് സിനിമയിൽ ഒരു മലയാള നടനെ ഇത്രയും വലിയൊരു ഹൈപ്പ് കിട്ടുമെന്ന് പറയുന്നത്. ഞാൻ തെലുങ്ക് വേർഷനാണ് കണ്ടത്. അതായത് ആ പ്രീമിയർ ഷോ തെലുങ്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു തെലുങ്കന്മാരുടെ കൂടെ ഇരുന്ന് കാണുമ്പോൾ ഈ ഫഹദ് ഫാസിലിന്റെ ഇൻട്രോയുടെ തിയേറ്ററിൽ എന്താ ഒരു കയ്യടിയും ആ ഒരു ആർപ്പുവിളിയും, ശരിക്കും പറഞ്ഞാൽ അതൊക്കെ കാണുമ്പോൾ നമുക്ക് അഭിമാനം തോന്നും. ഒരു മലയാള നടന്റെ ആ ഒരു ഇൻട്രോസിന് ഇത്രയും വലിയൊരു കയ്യടി, അത് കഴിഞ്ഞൊരു ശരിക്കും ഒരു ട്രാൻസ്ഫോർമേഷൻ സീനൊക്കെ ഉണ്ട് ഫഹദിന്റെ കാണിക്കുന്നത്. നമുക്ക് എന്താ പറയാ, കുറച്ച് വ്യത്യസ്തമായിട്ടൊക്കെയാണ് കാണിക്കുന്നത്. കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ സ്പോയിലർ ആയി പോകും. പിന്നെ പടം തുടങ്ങിക്കഴിഞ്ഞ് കുറച്ച് ഭാഗത്ത് മാത്രമേ ഫഹദുള്ളൂ. പിന്നെ ഒരു മണിക്കൂറത്തേക്ക് ഫഹദിന്റെ വിവരമൊന്നുമില്ല. പിന്നെ അവസാനം ഇന്റർവെല്ലിനോട് അടുക്കുമ്പോഴാണ് ഫഹദ് വരുന്നത്. ആ ഒരു സീനൊക്കെ വളരെ ഗംഭീരമായിട്ട് എടുത്തിട്ടുണ്ട്. ഫഹദിന്റെ ചില സീനുകളൊക്കെ ഇതിൽ വരുമ്പോൾ ഒരു കോമാളിയായി പോയോ എന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഒരു വില്ലനെ അങ്ങനെ കാണിക്കാൻ പറ്റും. ശരിക്കും പറഞ്ഞ ഒരു നെഗറ്റീവ് ക്യാരക്ടറാണ് ബൻവർ സിംഗ് ശിഖാവത്ത് എന്ന് പറയുന്ന ആ ഒരു ഓഫീസർ. അതുകൊണ്ടായിരിക്കും അങ്ങനെയൊക്കെ കാണിച്ചത്. പറഞ്ഞ ഫഹദ് ഫാസിൽ ഇതിൽ പൊളിച്ചടക്കിയിട്ടുണ്ട്. കാരണം അത്രയ്ക്ക് ഗംഭീരമായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. പക്ഷേ പുഷ്പ 2ലേക്കാണ് എനിക്ക് കുറച്ചുകൂടെ പവർഫുൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ട് എനിക്ക് തോന്നിയത് ഇപ്പോൾ 1ലെ ക്യാരക്ടറാണ്. ഒരിക്കലും കമ്പയർ ചെയ്യുന്നതല്ല. പക്ഷെ അതിൽ ആ ഒരു സ്റ്റേഷനിൽ നിന്ന് സീനും മറ്റൊക്കെ കാണുമ്പോൾ നമുക്കൊരു ആ ഒരു ഓഫീസർ ഭയങ്കര പവർഫുൾ ആണ് എന്നുള്ളൊരു തോന്നൽ നമുക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇത് കാണുമ്പോൾ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്തൊക്കെയോ ഒരു പോരായ്മ ഇതിൽ ഉള്ളത് പോലെ എനിക്ക് തോന്നി. ചിലപ്പോൾ എന്റെ തോന്നലായിരിക്കും. എന്നാൽ കൂടെ ഫഹദ് വളരെ ഗംഭീരമായിട്ട് സ്ക്രീൻ പ്രസൻസ് ഒക്കെ അടിപൊളിയാണ്. സെക്കൻഡ് ഹാഫിലോട്ടേക്ക് വരുമ്പോൾ ആ തുടക്കത്തിൽ തന്നെ കുറച്ച് കിട്ടില്ല സീനുകൾ ഫഹദിനുണ്ട്. അതൊക്കെ നമുക്ക് തിയേറ്ററിൽ കാണുമ്പോൾ കൈയടിച്ച് പോകും. കാരണം അതേപോലെയുള്ള സീനുകളാണ്. എന്തായാലും തിയേറ്ററിൽ നിങ്ങൾക്ക് അത് കാണുമ്പോൾ മനസ്സിലാവും. കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് സ്പോയിലർ ആയി പോകും. എന്തായാലും ഫഹദിന് വലിയ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോൾ തന്നെയാണ് ഇതിൽ. ഇപ്പൊ 1ലെ പോലെ ഒരു 70% സിനിമ കഴിഞ്ഞിട്ടൊന്നുമല്ല ഈ സിനിമയിൽ വരുന്നത്. ആദ്യം തന്നെ നായകനെ കാണിച്ച ഉടനെ തന്നെ ഫഹദ് ഫാസിലിനെയും കാണിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഫ്ലോയിൽ ആ സിനിമ അങ്ങ് പോകുന്നുണ്ട്. പിന്നെ അല്ലു അർജുന്റെ കാര്യം പിന്നെ പറയാൻ വേണ്ട. ഒരു തെലുങ്ക് സിനിമ നമ്മളൊരു തെലുങ്കന്മാരുടെ കൂട്ടത്തിലിരുന്ന് കാണുമ്പോൾ അല്ലു അർജുന്റെ ഇൻട്രൊഡക്ഷനിലും എന്താ പറയുക, ഒന്നും കേൾക്കാൻ വയ്യ. തിയേറ്ററിലൊന്നും കേൾക്കാൻ വയ്യ. ആ ഒരു തരത്തിലായിരുന്നു തിയേറ്ററിലെ ബഹളം. അവസാനത്തോട്ടേക്ക് വരുമ്പോൾ ഒരു സെന്റിമെന്റ് സീനൊക്കെ ഉണ്ട് അല്ലു അർജുന്റെ. അതൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ ഗംഭീരമായിട്ട്. അല്ലു അർജുൻ ഇതേപോലെ ഒന്നും അഭിനയിച്ച് ഞാൻ മുമ്പ് ഒരു സിനിമയിൽ കണ്ടിട്ടില്ല. അതായത് ഇങ്ങനത്തെ സെന്റിമെന്റ്സ് സീനൊക്കെ. പിന്നെ ആക്ഷൻ സീൻസ് ഒക്കെ വളരെ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ലോജിക്കിന്റെ കാര്യം, അത് നമ്മൾ എട്ടാക്കി മടക്കി പോക്കറ്റിലിട്ട് വേണം ഈ സിനിമ കാണാൻ. ആക്ഷന്റെ കാര്യത്തൊക്കെ വരുമ്പോൾ അതിൽ എന്താ പറയാ, എനിക്ക് തീരെ ഉൾക്കൊള്ളാൻ പറ്റാത്ത കുറെ കാര്യങ്ങൾ ഈ ആക്ഷനിൽ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ തിയേറ്ററിൽ നിന്ന് കാണുമ്പോൾ നമുക്കത് ബോറൊന്നുമില്ല. പക്ഷെ മലയാളികളെ നമുക്ക് ഉൾക്കൊള്ളാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടല്ലോ ഇതേപോലെയുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ. ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. കാരണം എന്താന്ന് പറഞ്ഞാൽ ഈ ആക്ഷൻ സീസണിലൊക്കെ കടിച്ചിട്ടൊക്കെ ഓരോരുത്തരെ കൊല്ലുകയൊക്കെ ചെയ്യുന്നത്. അപ്പൊ അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് അത്ര അങ്ങ് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. പക്ഷെ ആ സീനൊക്കെ തിയേറ്ററിൽ നല്ല റെസ്പോൺസ് ആണ്, നല്ല കയ്യടിയാണ്. കാരണം അത്രയ്ക്ക് ഗംഭീരമായിട്ട് അത് എടുത്തിട്ടുണ്ട്. പക്ഷെ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ വരുന്നതാണ് നമുക്കൊരു എന്താ പറയാ, ഉൾക്കൊള്ളാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിലുണ്ടല്ലോ എന്നുള്ളൊരു തോന്നൽ വരുന്നത്. എന്തായാലും വളരെ ഗംഭീരമായിട്ട്. പിന്നെ വേറൊരു ആക്ഷൻ ഉണ്ട് അല്ലു അർജുന്റെ, ഒരു ദൈവത്തിന്റെ, അതായത് ശിവന്റെ ഒരു വേഷം പോലെ കെട്ടിയിട്ടുള്ള ഒരു കിട്ടിലം ഫൈറ്റ്. അത് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഫൈറ്റാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. പിന്നെ ഈ പടത്തിലെ നടി രശ്മിക മന്ദാന അല്ലു അർജുന്റെ വൈഫായിട്ടാണ് ഈ സിനിമയിൽ നമ്മൾ കാണുന്നത്. ഫസ്റ്റ് ഹാഫിലൊക്കെ കുറച്ച് എന്താ പറയാ, കുറച്ച് ക്ലീഷേ, ഇവരുടെ പ്രേമവും കാര്യങ്ങളും, ഇവരുടെ ഹസ്ബൻഡ് വൈഫ് റൊമാൻസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. പക്ഷേ സെക്കൻഡ് ഹാഫിലോട്ടേക്ക് വരുമ്പോൾ പുള്ളിക്കാരത്തിയുടെ ഒരു കിടിലം ഡയലോഗൊക്കെ ഉണ്ട്. അതൊക്കെ തിയേറ്ററിൽ നിന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ നല്ല രസമുണ്ട്. കാരണം അത്രയ്ക്ക് ഭംഗിയായിട്ടാണ് അത് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. കാരണം അത്രയ്ക്കൊരു വലിയൊരു സീനാണ്, ഒരു വലിയ സീനിന്റെ ഭാഗമായിട്ട് വരുന്ന ഒരു പെർഫോമൻസ് ആയിരുന്നു അത് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സിനിമ കാണാൻ പോകുന്നതിന് മുമ്പ് ഇതൊരു പക്ക ആക്ഷൻ സിനിമയാണ് അങ്ങനെയൊന്നും വിചാരിച്ച് പോകണ്ട. പുഷ്പ 1 പോലെ മുഴുനീള ആക്ഷൻ ഒന്നും നമുക്ക് ഈ സിനിമയിൽ കാണാൻ പറ്റില്ല. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ആകെ 3 ആക്ഷൻ മാത്രമേ ഇതിലുള്ളൂ. വളരെ ഗംഭീരമായിട്ട് വ്യത്യസ്ത തരത്തിലാണ് ആ 3 ആക്ഷൻ സീക്വൻസും എടുത്തിരിക്കുന്നത്. പിന്നെ പേര് കാണിച്ച ഉടനെ എല്ലാവരും എഴുന്നേറ്റ് പോരാൻ നിൽക്കണ്ട. ഞാൻ എഴുന്നേറ്റ് പോരാൻ നിൽക്കുമ്പോഴാണ് വീണ്ടും കുറച്ച് സീനൊക്കെ വന്നത്. പിന്നെ ചെറിയൊരു സസ്പെൻസ് പോലെ അടുത്തൊരു സ്റ്റോറിന്റെ ഒരു ക്ലൂ ഒക്കെ അവിടെ ഇട്ട് വെച്ചിട്ടാണ് അവർ ആ പടം തീർക്കുന്നത്. ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ ഈ സിനിമ തിയേറ്ററിൽ നിന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സിനിമ തന്നെയാണ്. പക്ഷേ 3.5 മണിക്കൂറുണ്ട് ഈ സിനിമ. ചെറിയ മക്കളെയൊക്കെ കൂട്ടി
പോകുമ്പോൾ നമ്മൾ അതിനൊക്കെ തയ്യാറായിട്ട് വേണം പോകാൻ. ചെറിയ മക്കളൊക്കെ കൂട്ടുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഇത്രയും സമയമൊക്കെ തിയേറ്ററിൽ ഇരിക്കുമ്പോൾ. എന്തായാലും നിങ്ങൾ സിനിമ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്യുക. ഇത് എന്റെ പേഴ്സണൽ അഭിപ്രായമാണ്. സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞത്.